റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 8 മാസം പിന്നിട്ടിട്ടും LP സ്കൂൾ നിയമനം ഇഴഞ്ഞു നീങ്ങുന്നു. 8 ജില്ലകളിൽ ഇതുവരെ ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചില്ല. സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിവിഷൻ ഫാൾ കാരണം പുറത്താക്കപ്പെട്ട അധ്യാപകരെ വിരമിക്കൽ ഒഴിവിലേക്ക് പരിഗണിക്കുന്നതാണ് നിയമനം വൈകുന്നതിന് കാരണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് LP സ്കൂൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ലിസ്റ്റ് വന്ന് 8 മാസം പിന്നിടുമ്പോഴും നിയമന സാധ്യത അനിശ്ചിതത്വത്തിലാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പല മിനിസ്റ്റേഴ്സിനും നമ്മൾ കാണുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതുവരെയാണ് കാലാവധി. അപ്പോൾ 2028 മെയ് 30 വരെ. അപ്പോൾ അത്രയും സമയമുണ്ടല്ലോ, അപ്പോൾ നിയമനം നടക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആകെ നിയമനം കിട്ടുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. കോവിഡ് കാലത്ത് കൂടുതൽ കുട്ടികൾ സർക്കാർ സ്കൂളുകളെ ആശ്രയിച്ചിരുന്നെങ്കിലും നിലവിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതാണ് ഡിവിഷൻ ഫോളിന്റെ കാരണം. ഡിവിഷൻ ഫോൾ നേരിടുന്ന അധ്യാപകരെ പ്രധാനാധ്യാപക ഒഴിവുകളിലേക്ക് പുനർവിന്യസിച്ച് വിരമിക്കൽ ഒഴിവുകളിലേക്ക് നിയമനം നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആവശ്യം. എയ്ഡഡ് സ്കൂളുകളിൽ HTV ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അതിനകത്തേക്ക് ഈ പുനർവിന്യസിക്കുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്തുള്ളത്, പുറത്തു പോകുന്ന അധ്യാപകരെ. അതേപോലെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലും ഈ പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഡിവിഷൻ ഫോൾ മൂലം ത്രോൺ ഔട്ട് ആവുന്ന ടീച്ചേഴ്സിനെ ഫില്ല് ചെയ്യാൻ HTV എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഫില്ല് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർക്കും 140 MLA-മാർക്കും നിവേദനം കൊടുക്കുകയുണ്ടായി. അധ്യാപകരാവുക എന്ന ഇവരുടെ സ്വപ്നം ഡിഫാൾട്ട് പോലുള്ള സാങ്കേതികത്വത്തിൽ കുരുങ്ങി അനിശ്ചിതകാലമായി നീളുകയാണ്. ഇടപെടേണ്ടത് സർക്കാരാണ്, ഭരണകൂടമാണ്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.